ഹായ് മക്കളെ, വീഡിയോനാണ്. +2 അക്കൗണ്ടൻസിയിൽ നമുക്ക് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞ പോർഷനിൽ നിന്നും 4 ചാപ്റ്റേഴ്സാണ് പ്രധാനമായിട്ട് പഠിക്കേണ്ടതായിട്ടുള്ളത് അല്ലേ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ചാപ്റ്ററാണ് പാർട്ട്ണർഷിപ്പിന്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് ചാപ്റ്ററിൽ ഏതൊക്കെ ടോപ്പിക്കാണ് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടത്, ആനുവൽ എക്സാമിന് ചോദിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ടോപ്പിക് ഏതാണ്, ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്കിന് എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടാകും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം. സോ ഈ ചാപ്റ്ററിൽ ആദ്യം നമ്മൾ പഠിക്കാനുള്ള ടോപ്പിക് പ്രിപ്പറേഷൻ ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. 2 മെത്തേഡ് പ്രകാരം ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഒന്ന് ഫ്ലക്ച്വേഷൻ മെത്തേഡാണ്, മറ്റൊന്ന് ഫിക്സ്ഡ് മെത്തേഡാണ്. 2 മെത്തേഡും പ്രധാനപ്പെട്ടതാണ്. ഇതിൽ ഫ്ലക്ച്വേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞ കേസ് നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലേക്കും തേർഡ് ചാപ്റ്ററിലേക്കും ഫോർത്ത് ചാപ്റ്ററിലേക്കും ആവശ്യമുള്ള ടോപ്പിക്കാണ്. 4 മാർക്കിന് വല്ലപ്പോഴും എക്സാമിന് ചോദിച്ച് കാണാറുള്ള ടോപ്പിക്കാണ്. സോ നിർബന്ധമായും പഠിച്ചിരിക്കുക. സെക്കൻഡ് വൺ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ളതാണ്. സോ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമതായി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിരിക്കുന്ന കാര്യം. ഓക്കെ അല്ലേ, നിർബന്ധമായും പഠിച്ചിരിക്കുക. 4 മാർക്കിന് എക്സാമിന് ഇടയ്ക്ക് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, നിർബന്ധമായും നിങ്ങൾ പഠിച്ചിരിക്കണം. അതായത് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഈ 2 കേസിൽ ഏതെങ്കിലും ഒരു കേസ് എല്ലാ വർഷവും കണ്ടിന്യൂസ് ആയിട്ട് ആനുവൽ എക്സാം ചോദിച്ചുകൊണ്ടിരിക്കുന്ന കേസാണ്. ഓക്കെ അല്ലേ, എങ്ങനെ കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും രണ്ടിൽ ഏതെങ്കിലും ഒരു കേസ് എന്തായാലും എക്സാമിന് ചോദിച്ചിരിക്കും. സോ 2 കേസും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്കിനി വരാനുള്ള ഓണപരീക്ഷയ്ക്ക് ഇത് ഈ 2 കേസിൽ നിന്നും 2 ഏരിയയിൽ നിന്നും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ നോട്ട് ചെയ്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് പഠിക്കേണ്ടതായിട്ടുള്ളത് ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് ആണ്. നല്ല കിടിലൻ ചാപ്റ്ററാണ്, കിടിലൻ ഏരിയയാണ്, നല്ല രസകരമായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഏരിയയാണ് ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ. 3 കേസോളം നമുക്ക് ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് ആനുവൽ എക്സാമിനും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നിർബന്ധമായി നോട്ട് ചെയ്ത് വെക്കാം. കാരണം ഹാഫ് ഇയർലി എക്സാംസിനും ഓണപരീക്ഷയ്ക്കും ഒക്കെ തുടരെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റിന്റെ ക്വസ്റ്റ്യൻ. മക്കളെ നിർബന്ധമായും പഠിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനലി പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഓക്കെ, പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാണെങ്കിൽ പൊതുവെ എക്സാമിനേഷനും ചോദിച്ച് കാണാറില്ലെങ്കിലും 2 വർഷം മുന്നേയുള്ള പബ്ലിക് എക്സാമിന് 3 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ക്വസ്റ്റ്യൻ. പല കുട്ടികൾക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു ടോപ്പിക് കൂടിയായിരുന്നു പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്. സോ നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ചതിന് ശേഷം മാത്രം നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യുക. കാരണം ഈ ടോപ്പിക്കും ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. സോ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ടോപ്പിക്സ് ഏതൊക്കെയാണോ ഈ ടോപ്പിക്സ് ഒരു ടോപ്പിക് പോലും മക്കളെ സ്കിപ്പാക്കരുത്. വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു കാര്യം പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ മറ്റുള്ള ചാപ്റ്റേഴ്സിലൊക്കെ കണക്റ്റഡ് ആണ്. കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും മറ്റ് ചാപ്റ്റേഴ്സിലേക്കും കണക്ഷൻ ഉണ്ട്. ഓക്കെ അല്ലേ. സോ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവാം. ഡെഫിനറ്റ്ലി സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. സോ ഡോണ്ട് വെറി അബൌട്ട് ഇറ്റ്. സൈലത്തിന്റെ യുവ ബാച്ചിൽ ജോയിൻ ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാ ഡൗട്ടുകളും ഏറ്റവും വൃത്തിക്ക് ക്ലിയർ ആക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഓരോ ചാപ്റ്റേഴ്സും വൃത്തിക്ക് നമുക്ക് പഠിച്ചെന്ത് ചെയ്യാം, +2 ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, ടീം സൈലം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. സോ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്.